എങ്ങനെയാണ് ഈ ഒരു സിനിമ പ്രൊഡക്ഷൻ സ്ക്രീൻ റൈറ്റർ ആ ഒരു ടൈറ്റിലേക്കൊക്കെ വന്നത്? ഇല്ല, ഞാൻ സിനിമയിലേക്ക് വരാൻ ഞാനൊരു സിനിമക്കാരനാവാൻ വേണ്ടി അല്ല ഞാൻ സിനിമ എടുത്തത്. വാസ്തവത്തിൽ ഞാൻ എൻ്റെ ബാല്യകാലത്തും അതേപോലെ തന്നെ എൻ്റെ കോളേജ് ജീവിതകാലത്തും എൻ്റെ സ്കൂൾ പഠനകാലത്തും ഒക്കെ എനിക്കുണ്ടായ കുറേ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളൊക്കെയാണ് വാസ്തവത്തിൽ എന്നെ ഒരു സിനിമയിലേക്ക് എത്തിച്ചത്. വാസ്തവം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അനുജത്തി എൻ്റെ കൂടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് സ്കൂളിലേക്കൊക്കെ പോവുക. സ്കൂളിൽ പോകുമ്പോൾ എന്നും അവളുടെ ഒരു കൂട്ടുകാരി അവളെ കൂടെ കൂടും. ഷാഹിന എന്നാണ് അവളുടെ പേര്. ഷാഹിനയും അനുജത്തിയും ഞാനും ഒരുമിച്ച് ഞങ്ങൾക്കൊരു 1 കിലോമീറ്റർ നടന്നു വേണം സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇവർ ഷാഹിനയും എൻ്റെ അനുജത്തിയും അവർ എപ്പോഴും ഈ ബാല്യകാലത്തിൻ്റെ ചപലതകളൊന്നും മാറാത്ത പെൺകുട്ടികളാണ്. അവരെപ്പോഴും കുപ്പിവളകളെക്കുറിച്ചും ചിത്രശലഭങ്ങളെക്കുറിച്ചും മയിൽപ്പീലി, പ്രസവിക്കാൻ മയിൽപ്പീലി മലയാള പുസ്തകത്തിൽ സൂക്ഷിക്കുന്നവരാണ് അവർ. മാനം കാണിക്കാതെ മയിൽപ്പീലി മലയാള പുസ്തകത്തിൽ സൂക്ഷിച്ചാൽ മയിൽപ്പീലി പ്രസവിക്കും എന്നാണ് അവരുടെ വിശ്വാസം. അങ്ങനെയുള്ളൊരു ടീമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുമിച്ചൊന്ന് സ്കൂളിലേക്ക് പോകും. ഒരു ദിവസം എന്നോട് എൻ്റെ അനുജത്തി പറഞ്ഞു, നമുക്ക് കല്യാണത്തിന് പോകണം. ഞാൻ വെച്ചാൽ ആരുടെ കല്യാണം? എന്നെ കല്യാണത്തിന് കൊണ്ടുപോകണം, ഷാഹിനയുടെ കല്യാണമാണ്. ഷാഹിന 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷാഹിനയുടെ കല്യാണത്തിന് പോയി. കല്യാണമൊക്കെ കഴിഞ്ഞ് ഞാൻ +1 പ്രീ ഡിഗ്രി ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഷാഹിനയുടെ വിശേഷം ചോദിച്ചു എൻ്റെ അനിയത്തിയോട്. അപ്പോൾ അവൾ പറഞ്ഞു, ഷാഹിന ഗർഭിണിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അനിയത്തി 9ലെത്തി. അതും കഴിഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ അനുജത്തിയെ ഷാഹിനയുടെ വിശേഷം ചോദിക്കാൻ വേണ്ടി വിളിച്ചു. അവളെൻ്റെ അടുത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഞാൻ അവളിങ്ങനെ ബോധപൂർവ്വം ഇങ്ങനെ എൻ്റെ മുൻപിലേക്ക് ഇങ്ങനെ മുഖം തിരിച്ച് നിർത്തിയപ്പോൾ അവൾ കണ്ണിന്ന് വെള്ളം വന്ന് ചുണ്ടുകളിങ്ങനെ വിതുമ്പുന്നുണ്ട്. കണ്ണുകളിൽ നിന്ന് വെള്ളം ഒഴിക്ക് ഇങ്ങനെ കുടുകുടാ കണ്ണുനീരൊഴുകുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഷാഹിനയ്ക്ക് എന്താ പറ്റി? അവൾ പറഞ്ഞു, ഷാഹിന അവൾക്ക് കൊച്ചായി, പക്ഷേ അവൾ ഡൈവോഴ്സിയായി മൊഴി ചൊല്ലി വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കും. വാസ്തവത്തിൽ ഇത് എനിക്ക് വല്ലാതെ കാരണം ഞാനറിയുന്ന ഷാഹിന ഈ മയിൽപ്പീലി പ്രസവിക്കാൻ വേണ്ടി മലയാള പുസ്തകത്തിൽ സൂക്ഷിക്കുന്ന ഷാഹിനയാണ്. ആ ഷാഹിന പ്രസവിക്കുന്നു. അവൾ ആ കുഞ്ഞുമായി വീട്ടിലേക്ക് ആരാരുമില്ലാത്തവളായി തിരിച്ചു വരുന്നൊരവസ്ഥാവിശേഷം. ഞാൻ ചുറ്റുപാടും നോക്കിയപ്പോൾ ഒരു ഷാഹിന മാത്രമല്ല, എൻ്റെ നാട്ടിൽ നിരവധി ഷാഹിനമാർ തേങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ കാണും.